ഇനി ഭവനത്തിൽ ഐശ്വര്യമുണ്ടാകാൻ മറ്റൊരു കാര്യം കൂടെ നാം മനസ്സിലാക്കുക, പറഞ്ഞു തരട്ടെ. നമ്മുടെ ഭവനം നാം പണിയുമ്പോൾ ഹലാലായ സമ്പാദ്യം കൊണ്ടായിരിക്കുക. പലിശയുമായി ബന്ധപ്പെട്ട് ലോൺ എടുത്തും ഒന്നും നാം നമ്മുടെ ഭവനം പണിയരുത് മുഅ്മിനീങ്ങളെ. അവിടെ ആ ഭവനത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അവിടെ ഒരു ബർക്കത്തും ഉണ്ടാവുകയില്ല. കാരണം പലിശയല്ലേ, ഹറാമായ സമ്പത്തല്ലേ. നാം മനസ്സിലാക്കണം. അങ്ങനെ അവിടുന്ന് ഹഫളത്തിന്റെ മാലാഖമാര് പോലും അവിടെ വരികയില്ല. പിന്നെ അനർത്ഥങ്ങളല്ലേ സംഭവിക്കുന്നത്. ഹഫളത്തിന്റെ മാലാഖമാർ ആരാണെന്നറിയുമോ? നാം മനസ്സിലാക്കണം. ഈ ദുനിയാവിലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ദുരന്തങ്ങളോ പ്രയാസങ്ങളോ വരുമ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരു വിഭാഗം മലക്കുകളെ ഈ ഭൂമിയിൽ നൽകിയിട്ടുണ്ട്. അവർക്ക് പറയുന്ന പേരാണ് ഹഫളത്തിന്റെ മാലാഖമാര്. ആ ഹഫളത്തിന്റെ മാലാഖമാര് നമ്മൾ ഹറാമായ സമ്പാദ്യം കൊണ്ട് സമ്പാദിച്ച ഭവനങ്ങളിലേക്ക് വരുവോ? നാം ചിന്തിക്കണം മുഅ്മിനീങ്ങളെ. ലോൺ എടുത്തുകൊണ്ട് പണിത പലിശയുമായി ബന്ധപ്പെട്ട രീതിയിൽ നാം നമ്മുടെ ഭവനം പണിയുമ്പോൾ അവിടെ മുഅ്മിനീങ്ങളെ ഹഫളത്തിന്റെ മാലാഖമാര് വരുവോ? ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെല്ലാം വരും. നമ്മുടെ മക്കൾ അനുസരണ കെട്ടുപോകും, വഴിതെറ്റിപ്പോകും. പിശാചിന്റെ വാതിൽ തുറക്കുമ്പോൾ പിശാച് അവരുടെ മുമ്പിൽ മോശമായ വാതിലുകൾ തുറന്നു കൊടുക്കും. അതിലൂടെ നമ്മുടെ മക്കളെല്ലാം വഴിപിഴച്ചു പോകാൻ കാരണമാകും. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കുമാറാകട്ടെ. ആ ഭവനത്തിൽ എന്തിനേറെ പറയണം, ആ ഭവനത്തിൽ നമസ്കരിച്ചാൽ, ഇബാദത്തുകൾ ചെയ്താൽ, ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമോ? നാം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഭവനം പണിയരുതേ. അങ്ങനെ പണിതാൽ എന്താണ്? ആ ഭവനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ദുആയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല, ഇബാദത്തുകൾ സ്വീകരിക്കുകയില്ല, നമസ്കാരങ്ങൾ ഒന്നും തന്നെ സ്വീകരിക്കുകയില്ല. പലിശയുമായി ബന്ധപ്പെട്ട രീതിയിലൊന്നും നാം നമ്മുടെ ഭവനങ്ങളെ നമ്മൾ പണിയരുത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം ഭവനങ്ങൾ പണിയുമ്പോൾ ഒരു ഇസ്റാഫ്, ഒരു ധൂർത്തടി കാണിക്കാതിരിക്കുക. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ധൂർത്തടിയാണ്, ഇസ്റാഫ് കാണിക്കലാണ്. ഇന്നത്തെ വീട് പണികളിലും ഭവനം പണിയുന്ന വിഷയങ്ങളിലെല്ലാം നാം ധൂർത്ത് കാണിക്കുമ്പോഴെല്ലാം നാം മനസ്സിലാക്കണം, അപ്പോൾ നമ്മൾ കൂടുതലായി ഹറാമിലേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മുടെ ഉള്ള സമ്പാദ്യം കൊണ്ട് നല്ലൊരു ഭവനം നാം പണിയുക, അതിൽ ബർക്കത്തുണ്ടാകും. കാരണം നമുക്ക് നമ്മുടെ ഭവനം എന്നത് വിശ്രമിക്കാനുള്ളതാണ്. നമ്മുടെ ഭവനങ്ങൾ അതിൽ ദൂരത്ത് ഇസ്രാഫ് കാണിക്കാതിരിക്കുക എങ്കിലേ നമുക്ക് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ, എന്തേ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഭവനത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഭവനം? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ ഭവനത്തെ കുറിച്ച് പറഞ്ഞതാണ്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളെ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രമാക്കി നൽകിയില്ലയോ? ഈ വിശ്രമ കേന്ദ്രമാക്കി